സ്റ്റുഡൻസ്, നമ്മൾ അസിമെട്രിക് സിന്തസിസിന്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ അസിമെട്രിക് സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് അൺഈക്വൽ എമൗണ്ട് ആയ സ്റ്റീരിയോമറും എനാൻഷ്യോമറും ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൈറാൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസിൽ സബ്സ്ട്രേറ്റ് ഇറ്റ്സെൽഫ് കൈറാൽ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു സബ്സ്ട്രേറ്റ് അവിടെ ഒരു കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? അസിമെട്രിക് സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയിട്ടുള്ളത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ടു കൈറാൽ കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഏതാണ് നമുക്ക് പ്രൊഡക്റ്റ്, ഏത് ഡയാസ്റ്റീരിയോമർ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് എന്നുള്ളത് പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാംസ് റൂളും അതുപോലെ തന്നെ ഫെൽക്കിൻ ആൻഡ് മോഡലും കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൈറാൽ ഓക്സിലറി കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് ആണ്. അപ്പൊ പേര് തന്നെയുണ്ട് കൈറാൽ ഓക്സിലറി. ഓക്കെ, ഒരു സഹായിയാണ്. നമ്മളെ സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും റിയേജന്റോ സോൾവെന്റോ കാറ്റലിസ്റ്റോ ഒന്നും അല്ല. ഇത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ കൈറാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒരു ഓക്സിലറി ആണ് കൈറാൽ ഓക്സിലറി എന്ന് പറയുന്നത്. സോ കൈറാൽ ഓക്സിലറി കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോ നമ്മുടെ കയ്യിൽ സബ്സ്ട്രേറ്റ് ഉണ്ടാവും. ഓക്കെ, സബ്സ്ട്രേറ്റ് ഉണ്ടാവും. ആ സബ്സ്ട്രേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൈറാൽ ഓക്സിലറി ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു മോളിക്യൂള് കിട്ടും. നമ്മൾ സബ്സ്ട്രേറ്റിലേക്ക് കൈറാൽ ഓക്സിലറി ആഡ് ചെയ്തിട്ടുള്ള പുതിയൊരു മോളിക്യൂള് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മുടെ സബ്സ്ട്രേറ്റിൽ കൈറാലിറ്റി ഉണ്ട്. കാരണം കൈറാൽ ഓക്സിലറി എന്ന് പറയുന്നത് ഒരു കൈറാൽ ആയിട്ടുള്ള മോളിക്യൂളാണ്. അത് നമ്മൾ നമ്മുടെ സബ്സ്ട്രേറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അപ്പൊ നമുക്കൊരു കൈറാൽ ആയിട്ടുള്ള ഒരു മോളിക്യൂള് കിട്ടി. ഇനി ഇതിൽ നമ്മൾ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, പ്രോഡക്റ്റ് കിട്ടും. ആൻഡ് ആ പ്രോഡക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ കൈറാൽ ഓക്സിലറിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൈറാൽ ഓക്സിലറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ കൈറാൽ ഓക്സിലറി റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് കിട്ടും. സോ നമ്മൾ ഈ കൈറാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് എന്ത്? കൈറാൽ ഓക്സിലറി എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് ആൽഫ ആൽക്കൈലേഷൻ ഓഫ് കൈറാൽ ഇനോലൈറ്റ്, അസ ഇനോലൈറ്റ്, ഇമീൻ, ഹൈഡ്രസോൺ ആസ് വെൽ ആസ് കൈറാൽ സൾഫോക്സൈഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കൈറാൽ ഓക്സിലറി കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ്. A chiral auxiliary is an organic compound which couples to the starting material to form a new compound which can then undergo enantioselective reaction via intramolecular asymmetric induction. അപ്പൊ നമ്മൾ പറഞ്ഞു കൈറാൽ ഓക്സിലറി എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലുമായിട്ട് കപ്പിൾ ചെയ്തിട്ട് ഒരു പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യും. ആൻഡ് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അനാൻഷ്യോ സെലക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസിന് അണ്ടർഗോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിലേക്ക് നമ്മളൊരു ഓക്സിലറി ആഡ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്തു? ആ എക്സസി, ആ ഓക്സിലറിയിൽ ഒരു പാർട്ട്, കൈറാൽ ആയിട്ടുള്ള പാർട്ട് നമ്മുടെ മോളിക്യൂളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോഫൈൽ വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ന്യൂ കൈറാൽ കോമ്പൗണ്ട് ആയി. ഇതിൽ അറ്റാച്ച് ചെയ്ത 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. അതിന്റെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. അങ്ങനെ 4 ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. ഇവിടെ നമുക്കൊരു പുതിയ കൈറാൽ കോമ്പൗണ്ട് ഫോം ചെയ്തു. അപ്പൊ ഈ കൈറാൽ യൂണിറ്റ് ഫോം ചെയ്തു. അപ്പൊ ഇവിടെ ഫോം ചെയ്ത ഈ കൈറാൽ യൂണിറ്റ് എങ്ങനെയായിരിക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പാർട്ടാണ്. ഓക്കെ, ഈ കൈറാൽ ഓക്സിലറി പാർട്ടാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടി. ആൻഡ് ആ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഓക്സിലറിനെ റിമൂവ് ചെയ്തു. ആൻഡ് ദെൻ ഇതാണ് നമ്മുടെ ഇനീഷ്യലൈസ് സബ്സ്ട്രേറ്റ്. അവിടെ ഈ ഒരു പാർട്ടിലേക്ക് ഇലക്ട്രോഫൈൽ വന്നു. ആൻഡ് ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഡയാസ്റ്റീരിയോമർ ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക. കാരണം നമ്മളിവിടെ ഒരു കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ കൈറാൽ ഓക്സിലറീസ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ്. കൈറാൽ ഓക്സിലറി എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കൈറാൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ആൻഡ് ഇൻട്രൊഡ്യൂസ് കൈറാലിറ്റി ഇൻ അതർവൈസ് അക്കൈറ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അക്കൈറാൽ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിലേക്ക് അത് എന്ത് ചെയ്യുന്നു? കൈറാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ഇത് അക്കൈറാൽ ആണ്. പക്ഷെ കൈറാൽ ഓക്സിലറി കൊണ്ടുവന്ന സമയത്ത് ഇത് എന്തായി? കൈറാൽ ആയിട്ട് മാറി. ഓക്കെ, കൈറാൽ ആയിട്ട് മാറി. ദെൻ എന്ത് ചെയ്യാണ്? സ്റ്റീരിയോ സെലക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുകയാണ്. ദെൻ നമ്മൾ ഓക്സിലറിനെ റിമൂവ് ചെയ്യുന്നു. നമുക്ക് ഒരു മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഒരു ഐസോമർ കിട്ടുന്നു. സോ റിക്വയർമെന്റ്സ് ഓഫ് കൈറാൽ ഓക്സിലറി എന്തൊക്കെയാണെന്നുള്ളതാണ്. അനാൻഷ്യോമറിക്കലി പ്യുവർ ആയിരിക്കണം. ചീപ്പ് ആൻഡ് ഈസി ടു ഒപ്റ്റെയിൻ ഇൻ ഗുഡ് ക്വാണ്ടിറ്റി. ഈസി ടു അറ്റാച്ച് ടു സബ്സ്ട്രേറ്റ്. നമ്മളിവിടെ പറഞ്ഞു സബ്സ്ട്രേറ്റുമായിട്ട് അത് അറ്റാച്ച് ചെയ്യണം. അപ്പൊ ഈസി ടു അറ്റാച്ച് ടു സബ്സ്ട്രേറ്റ്. ഹൈ ആൻഡ് പ്രഡിക്റ്റബിൾ കൺട്രോൾ ഓഫ് സ്റ്റീരിയോ സെലക്ടിവിറ്റി. ഈസി പ്യൂരിഫിക്കേഷൻ ഓഫ് ഡയാസ്റ്റീരിയോമേഴ്സ്. ഈസി റിമൂവൽ വിത്തൗട്ട് ലോസ് ഓഫ് പ്യൂരിറ്റി. ഈസി സെപ്പറേഷൻ ആൻഡ് റിക്കവറി ഫോർ റീയൂസ്. സോ ഇത്രയാണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്.
ഇനി ഇതൊക്കെ കൈറാൽ ഓക്സിലറീസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. സോ ഇത് ഇവാൻസ് ഓക്സിസോളിഡിനോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. സോ ഇതാണ് ഇതിലെ കൈറാൽ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് എസ് പ്രൊവോലിൻ, ഇത് സാമ്പ്. ഓക്കെ, S1 അമിനോ 2 മിതോക്സി മീഥൈൽ പൈറോളിഡിൻ. ഇതിന്റെ 6 ഐസോമറിനെ നമ്മൾ റാമ്പ് എന്നും പറയും. സോ സാമ്പും റാമ്പും അതുപോലെ തന്നെ ഇവാൻസ് ഓക്സിസോളിഡിനോൺ ഒക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. Then alpha alkylation of carbonyl compounds using chiral auxiliary. So chiral auxiliary വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആൽഫ ആൽക്കൈലേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കാർബണൽ കോമ്പൗണ്ട് എന്ന് വിചാരിക്കുക. R1 C ഡബിൾ ബോണ്ട് ഓ CH2 R2. അപ്പൊ നമുക്കറിയാം ഇതാണ് ഇതിന്റെ ആൽഫ കാർബൺ. ഈ സൈഡിലും ആൽഫ കാർബൺ ഉണ്ട്, ഞാൻ ഒരു സൈഡ് മാത്രം കാണിക്കുകയാണ്. ഇതാണ് ഇതിലെ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് CH2 ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ ഇതിലെ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അസിഡിക് ആണ്. കാരണം എന്താ, നമ്മൾ എങ്ങനെ അസിഡിക് ആണോ നോക്കുക, ഇതിന്ന് ഈ H+ പോയാൽ, സോ -H+, നമുക്ക് ഒരു ആനിയോൺ ഫോം ചെയ്യും, കാർബാനിയോൺ ഫോം ചെയ്യും. C ഡബിൾ ബോണ്ട് ഓ CH-R. ഓക്കെ, ഈ കാർബാനിയോൺ എന്ന് പറയുന്നത് എന്താണ്, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. സോ ഈ കാർബാനിയോൺ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ കാർബാനിയോൺ എന്താണ്, സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അസിഡിക് ആണ്. ഓക്കെ, അപ്പൊ ആൽഫ ഹൈഡ്രജൻ അസിഡിക് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കാണാം അല്ലെ. അപ്പൊ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയേജന്റ്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ R+ഉം X-1 ഉണ്ടാവുക. ഓക്കെ, R+ എന്ന് പറയുന്നത് എന്താണ്, ഒരു കാർബോ കാറ്റയോൺ ആണ്, അതൊരു ഇലക്ട്രോഫൈലാ. സോ ഈ R+ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും, കാരണം ഇവിടെ മൈനസ് ചാർജ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, R C ഡബിൾ ബോണ്ട് O CH-R ആൻഡ് R' എന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആൽഫ ആൽക്കൈലേഷൻ നടത്തി. ഇതാണ് നമ്മൾ ആൽഫ ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. ആൽഫ കാർബണിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അതാണ് ആൽഫ ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആൽഫ ആൽക്കൈലേഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ് യൂസിങ് കൈറൽ ഓക്സിലറി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. So regioselective and stereoselective formation of carbon-carbon bonds adjacent to carbonyl group is an important procedure in organic chemistry. Alkylation reaction of enolites has been the main focus of the field. Asymmetric alpha alkylation of carbonyl compounds could be done via intermediate like enolite, aza-enolite, imine, hydrazole. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ബേസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടുത്തെ H+നെ റിമൂവ് ചെയ്തു. എന്നിട്ട് അത് എന്ത് ചെയ്തു, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇതിനെയാണ് നമ്മൾ ഇനോലൈറ്റ് എന്ന് പറയുന്നത്. ഈനുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ആൻഡ് ഓൾ എന്ന് പറയുമ്പോൾ ഈനോൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടും OH ആ. അപ്പൊ ഇവിടെ OH പകരം O- അതിന്റെ ആനയോണാ. സോ അതിനെയാണ് നമ്മൾ ഇനോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 8 എന്ന് പറയുന്നത് നമ്മൾ ആനയോൺസിനെ സൂചിപ്പിക്കാനാ. സോ അതാണ് ഇനോലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഇനോലൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ആൽക്കൈലേഷൻ നടത്തിയത്. അതുപോലെ തന്നെ അസ, ഇനോലൈറ്റ്, ഇമീൻ, ഹൈഡ്രസോൺ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഇനി ഇത് കൈറാൽ ഓക്സിലറിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അസിമെട്രിക് ആൽഫ ആൽക്കൈലേഷൻ വിയെ കൈറാൽ ഇനോലൈറ്റ് വഴി എങ്ങനെയാ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവാൻസ് ബെൻസോയിലേഷൻ ആണ്. അപ്പൊ ഇനോലൈറ്റ് എന്താന്ന് പറഞ്ഞു, നമ്മൾ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽസ് ആയിട്ടുള്ള NaH അല്ലെങ്കിൽ LDA പോലത്തെ ബേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബേസ് വന്നിട്ട് H+നെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു മൈനസ് ചാർജ് ഫോം ചെയ്യും. ആ മൈനസ് ചാർജ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഇനോലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഓക്കെ, ഇത് നമ്മൾ ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവാൻസ് ഓക്സിസോളിഡിനോൺ ആയി. അപ്പൊ ഇവാൻസ് ഓക്സിസോളിഡിനോൺ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കാർബണൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ NHഉം ഈ Clഉം കൂടെ റിയാക്ട് ചെയ്യും, അതായത് HCl റിമൂവ് ചെയ്യും. HCl റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓക്കെ ദെൻ ഈ C ഡബിൾ ബോണ്ട് ഓ CH2CH3, C ഡബിൾ ബോണ്ട് ഓ CH2CH3. ഓക്കെ, ഇതാണ് കൈറാൽ ഓക്സിലറി എന്ന് പറയുന്നത്. ഇതാണ് കൈറാൽ ഓക്സിലറി, ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്ട്രേറ്റിലേക്ക് കൈറാൽ ഓക്സിലറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, സബ്സ്ട്രേറ്റിലേക്ക് കൈറാൽ ഓക്സിലറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്, ഡീപ്രോട്ടോണേഷൻ വിത്ത് എ സ്ട്രോങ് ബേസ് സച്ച് ആസ് LDA പ്രൊഡ്യൂസ് ദ Z ഇനോലൈറ്റ്. അപ്പൊ നമ്മൾ ഇനി LDA വെച്ചിട്ട് ഡീപ്രോട്ടോണേഷൻ ചെയ്യാണ്. ഓക്കെ, ആൽഫ കാർബൺ, ഓക്കെ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവും, അതിനെന്ത് ചെയ്യാണ് നമ്മൾ LDA വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അബ്സ്ട്രാക്ട് ചെയ്യാണ്. സോ H+ പോയി ഇവിടെ ഒരു ആനയോൺ ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ആനയോൺ. ഓക്കെ, അതെന്ത് ചെയ്യും, ഡീലോക്കലൈസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഡബിൾ ബോണ്ട് O- ആയിട്ട് ഫോം ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
MEC ഡബിൾ ബോണ്ട് പിന്നെ O മൈനസ്. ആ O മൈനസിലേക്ക് നമ്മൾ ലിഥിയം ആണ് ആഡ് ചെയ്തത്, ലിഥിയം പ്ലസ് വരും. ഓക്കെ, ആ ലിഥിയം പ്ലസ് ഈ ഓക്സിജനുമായിട്ട് ഇങ്ങനെ ഒരു ചിലേറ്റ് റിംഗ് ഫോം ചെയ്യും. ഓക്കെ, സോ ചിലേഷൻ ഓഫ് ദ ഓക്സിലറി കാർബണൈൽ to the lithium restrict the conformation so that the isopropyl group shield the bottom face of the enolite. അപ്പൊ ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ നമുക്കറിയാം ഈ ഇനോലൈറ്റിന്റെ ഈ ഇനോലൈറ്റിന്റെ ലോവർ ഫേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോട്ടം ഫേസ് എന്ന് പറയുന്നത് ഹിൻഡേഡ് ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതുവഴി ഇലക്ട്രോഫൈൽ വരിക എന്നുള്ളത് പോസിബിൾ അല്ല. സോ ഇലക്ട്രോഫൈൽ എപ്പോഴും എന്താണ്, നമ്മൾ ഈ ഓക്സിലറി ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇലക്ട്രോഫൈൽ എപ്പോഴും എബവ് ദ പ്ലെയിനിലൂടെയാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോഫൈൽ വരികയാണ്. ഓക്കെ, pH+ ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ pH+ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓക്കെ, എബവ് ദ പ്ലെയിനിലാണ് pH വരിക. ഓക്കെ, CH2PH ആണ്. CH2PH എബവ് ദ പ്ലെയിനിലൂടെ ആയിരിക്കും വരിക. കാരണം മറ്റേ ലോവർ ഫേസ് അല്ലെങ്കിൽ ബോട്ടം ഫേസ് എന്ന് പറഞ്ഞാൽ ഹിൻഡേഡ് ആണ്. സോ ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റീരിയോ സെലക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ബോത്ത് സൈഡ് അറ്റാക്കും പോസിബിൾ ആണ്. സോ ഈ ഒരു ഓക്സിലറിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്യാൻ പറ്റിയത്. സോ ഇതാണ് കൈറാൽ ഓക്സിലറി കൺട്രോൾഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇനോലൈറ്റ് വഴി എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് കണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ നോക്കാം. ഇനി നമ്മൾ കൈറാൽ ഹൈഡ്രസോൺ വഴി എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഹൈഡ്രസോൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രസീനും കാർബണൈലും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ H2O എന്ന് പറയുന്ന പാർട്ട് റിമൂവ് ചെയ്യും. ഓക്കെ, പിന്നെ C ഡബിൾ ബോണ്ട് NH2 അത്രയാണ് ബാക്കി ഉണ്ടാവുക. സോ അതാണ് നമ്മുടെ ഹൈഡ്രസോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹൈഡ്രസോൺ വഴി എങ്ങനെയാണ് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഓക്സിലറി എന്ന് പറയുന്നത് സാമ്പ്, അതുപോലെ തന്നെ റാമ്പ്. ഓക്കെ, സാമ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റാമ്പ് യൂസ് ചെയ്യാം. അതിന് നമ്മൾ എൻഡേഴ്സ് റിയേജന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. So Enders SAM or RAM hydrazone alkylation reaction is an asymmetric CC bond formation reaction facilitated by pyrrolidine chiral auxiliary. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന chiral auxiliary എന്ന് പറയുന്നത് ഒരു pyrrolidine auxiliary ആണ്. 5-membered nitrogen heterocyclic ring ആണ്. The hydrazine SAM and RAM known as Enders reagent can function as chiral auxiliary. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് to form hydrazone between SAM or RAM and a ketone or aldehyde. നമ്മൾ എടുക്കുന്ന കാർബണൈൽ കോമ്പൗണ്ടും സാമ്പും റാമ്പും തമ്മിൽ ഹൈഡ്രസോൺ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്കറിയാം H2O റിമൂവ് ചെയ്യാം. ഓക്കെ, H2O റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഹൈഡ്രസോൺ ഇവിടെ ഫോം ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സാമ്പ് ആണെങ്കിൽ ഇവിടെ എബവ് ദ പ്ലെയിൻ ഹിൻഡേഡ് ആണ്, റാമ്പ് ആണെങ്കിൽ ബിലോ ദ പ്ലെയിൻ ഹിൻഡേഡ് ആണ്. ഇനി നമ്മൾ LDA ബേസ് യൂസ് ചെയ്യാണ്. ഓക്കെ, ബേസ് യൂസ് ചെയ്യുമ്പോൾ ആൽഫ ഹൈഡ്രജൻ ആറ്റം അത് അബ്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെ ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. ആ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്യാം. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടേക്ക് ആൽക്കൈൽ ഹാലൈഡ് അതായത് R3+ ഇവിടെ കൊണ്ടുവരിക. ഓക്കെ, R3+ കൊണ്ടുവരാണ്. നമുക്കറിയാം ഈ നെഗറ്റീവ് ചാർജിലേക്ക് ആര് പോവും, R3+ പോവും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എബവ് ദ പ്ലെയിൻ ഹിൻഡേഡാ. അപ്പൊ നമ്മൾ സാമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ബിലോ ദ പ്ലെയിനിലൂടെയാണ് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, ബിലോ ദ പ്ലെയിനിലൂടെയാണ് അറ്റാക്ക് ചെയ്യുക. ദെൻ നമ്മൾ റാമ്പ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ബിലോ ദ പ്ലെയിൻ ആണ് ഹിൻഡേഡ്. സോ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എബവ് ദ പ്ലെയിനിലൂടെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുക. നമ്മുടെ ഇലക്ട്രോഫൈൽ എബവ് ദ പ്ലെയിനിലൂടെയാണ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് കിട്ടുക. ഇനി നമ്മൾ പറഞ്ഞു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈറാൽ ഓക്സിലറി റിമൂവ് ചെയ്യണം. അതിന് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഓസോണോളിസിസ് അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ആണ്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ പ്രോഡക്റ്റിനെ ഐസൊലേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമുക്ക് പുതുതായിട്ട് ജനറേറ്റ് ചെയ്ത കൈറാൽ പാർട്ട്. ഓക്കെ, കൈറാൽ കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഐസോമറും നമ്മുടെ പുതിയ ആൽക്കൈൽ ഗ്രൂപ്പ് ബിലോ ദ പ്ലെയിൻ ആയിട്ടും ആൻഡ് റാമ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐസോമർ ആയിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. സോ നമുക്ക് അങ്ങനെ അസിമെട്രിക് സിന്തസിസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇനോലൈറ്റ് വഴിയും അതുപോലെ തന്നെ ഹൈഡ്രസോൺ വഴിയും എങ്ങനെയാണെന്നുള്ളത് കണ്ടു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അസ ഇനോലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ട് ഇതിങ്ങനെ വന്ന ഇവിടെ N- ആയി. ഓക്കെ, അതിനെയാണ് നമ്മൾ അസ ഇനോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കൈറാൽ ഇമീൻ വഴി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ ഇമീൻ എന്ന് പറഞ്ഞാൽ ഫോർമഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ് വിത്ത് പ്രൈമറി അമീൻ. അപ്പൊ കാർബണൈൽ കോമ്പൗണ്ടും പ്രൈമറി അമീനും റിയാക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ H2O റിമൂവ് ചെയ്യാണ്.
ഓക്കെ, H2O നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് C ഡബിൾ ബോണ്ട് N ദെൻ CH3 എന്ന് കിട്ടും. ഇങ്ങനെ ടോട്ടോമറൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഇങ്ങനെ ഈനമീന് കിട്ടും. കീറ്റോ ഇനോൾ ടോട്ടോമറിസം പറയുന്ന പോലെ ഇമീൻ ഈനമീൻ. ദെൻ എന്ത് ചെയ്തു? ഇതാണ് ഇവിടെ ഇമീൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇമീൻസ് കിട്ടി. ഇമീൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൽക്കൈലേഷൻ ചെയ്യാൻ പറ്റും. ഇനി അസ ഇനോലൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നൈട്രജനിൽ മൈനസ് ചാർജ് വരും. ഓക്കെ, ഇതാണ് അസ ഇനോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അസ ഇനോലൈറ്റ് ആൽഫ ഹൈഡ്രജനിൽ നിന്നും, ഓക്കെ, ഇതിൽ ആൽഫ ഹൈഡ്രജനിൽ നിന്നും ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ ബേസ് വെച്ചിട്ടോ ന്യൂക്ലിയോഫൈൽ വെച്ചിട്ടോ ഈ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസ ഇനോലൈറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇമീനും അസ ഇനോലൈറ്റും ഇനി എങ്ങനെയാണ് നമ്മൾ അതുവഴി ആൽക്കൈലേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇതാണ് നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ട്. ഇതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൈറാൽ ഓക്സിലറി എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? H2O റിമൂവ് ചെയ്തു. അങ്ങനെ കൈറാൽ ഓക്സിലറി നമ്മുടെ സബ്സ്ട്രേറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ബേസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇവിടുത്തെ ഏതെങ്കിലും രണ്ട് പാർട്ടും ഇക്വലന്റ് ആണ്, ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യുക. ദെൻ ആൽക്കൈൽ ഹാലൈഡ് വരികയാണ്. ഈ പ്ലസ് ചാർജ് എന്ത് ചെയ്യും? ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എബവ് പ്ലെയിൻ ഹിൻഡേർഡ് ആണ്. സോ അറ്റാക്ക് ബിലോ ദ പ്ലെയിനിലൂടെ ആയിരിക്കും. ദെൻ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് കിട്ടും. നമ്മൾ കൈറാൽ ഓക്സിലറിയിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ്? ഇമീൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ആൽക്കൈലേഷൻ നടത്തിയിട്ടുള്ളത്. സോ ഇമീൻ വഴി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ സൾഫോക്സൈഡ് വഴി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ സൾഫോക്സൈഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈറാൽ അമീൻസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാ കൈറാൽ അമീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൈറാൽ ഓക്സിലറി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഒരു കാർബണൽ കോമ്പൗണ്ട് വെച്ചിട്ട് റിയാക്ട് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ H2O റിമൂവ് ചെയ്ത് ബാക്കിയുള്ള ഭാഗം നമ്മൾ കൂട്ടി എഴുതാണ്. ഓക്കെ, അങ്ങനെ C ഡബിൾ ബോണ്ട് N S ഡബിൾ ബോണ്ട് O അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് നമുക്ക് കിട്ടി. ഇതാണ് കൈറാൽ ഇമീൻ എന്ന് പറയുന്നത്. ദെൻ നമ്മളൊരു MR2 അതായത് ഒരു ഓർഗനോ മെറ്റാലിക് റിയേജന്റ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം R മൈനസ് ആണ്. ഓക്കെ, മെറ്റലിന് പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ കാർബാനിയോൺ ആണ് ജനറേറ്റ് ചെയ്യുക. അപ്പൊ ഈ കാർബാനിയോൺ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ പ്രൊട്ടോണേഷൻ നടത്തിയാൽ നമുക്കിവിടെ NH അതുപോലെ തന്നെ R2 അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇതാണ് ഇവിടെ പുതുതായിട്ട് ഫോം ചെയ്ത കൈറാൽ കാർബൺ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്സിലറി റിമൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് കൈറാൽ ആയിട്ടുള്ള ഒരു പ്രൈമറി അമീൻ ഇവിടെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റി എന്നുള്ള, സോറി, കൈറാൽ ആയിട്ടുള്ള ഒരു അമീന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആൽഫ ആൽക്കൈലേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് കൈറാൽ അമീൻ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കിയത്. ഇനി ആൽഫ ആൽക്കൈലേഷൻ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓക്സിലറി എടുത്തു. ഓക്കെ, സൾഫോക്സൈഡ് ആയിട്ടുള്ള ഓക്സിലറി എടുത്തു. ദെൻ നമ്മൾ അതിനെ എന്ത് ചെയ്തു? കാർബണൽ കോമ്പൗണ്ടുമായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് എഴുതി. ഓക്കെ, അപ്പൊ കൈറാൽ ഓക്സിലറിനെ നമ്മൾ സബ്സ്ട്രേറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഗനോ മെറ്റാലിക് കോമ്പൗണ്ട് വഴി നമ്മൾ ഇതിനെ അറ്റാക്ക് ചെയ്യാണ്. സോ ഓർഗനോ മെറ്റാലിക് കോമ്പൗണ്ട് പറയുമ്പോൾ കാർബാനിയോൺ ആണ് അവിടെ ജനറേറ്റ് ചെയ്തത്. ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ NH ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? കൈറാൽ ഓക്സിലറി റിമൂവ് ചെയ്യാണ്. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ എന്താണ് കിട്ടുന്നത്? ഒരു അമീൻ ആണ് കിട്ടുന്നത്. ഓക്കെ, ആൽഫ ആൽക്കൈലേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? അമീൻ ആണ്. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൈറാൽ ഓക്സിലറി വെച്ചിട്ടുള്ള റിയാക്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു കൈറാൽ ഓക്സിലറീസിന്. ആൻഡ് കൈറാൽ ഓക്സിലറീസിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് കണ്ടു. കൈറാൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതിനെ നമ്മൾ സബ്സ്ട്രേറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് അങ്ങനെ കൈറാലിറ്റി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദെൻ റിയാക്ഷൻ നടക്കുന്നു. നമുക്കൊരു ഡയാസ്റ്റീരിയോമറോ അല്ലെങ്കിൽ ഒരു എനാൻഷ്യോമറോ എക്സസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈറാൽ ഓക്സിലറിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ ആൽഫ ആൽക്കൈലേഷൻ ആണ് എക്സാമ്പിൾ ആയിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനോലൈറ്റ് വഴിയും അസ ഇനോലൈറ്റ് വഴിയും ഇമീൻ വഴിയും ഹൈഡ്രസോൺ വഴിയും അതുപോലെ തന്നെ സൾഫോക്സൈഡ് വഴിയൊക്കെ എങ്ങനെയാണ് ആൽഫ ആൽക്കൈലേഷൻ നടത്തുന്നതെന്ന് കണ്ടു. ദെൻ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഓരോ ഓക്സിലറി വെച്ചിട്ടും നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. അതിന്റെ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.